നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും കുറേ ഡ്രീംസ് ഉണ്ടായിരിക്കും അല്ലേ? ആ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറേ ഇങ്ങനെ ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം അല്ലേ? പക്ഷെ നമ്മൾ എടുക്കൂല. കാരണം എന്താ? മടിയാണ് നമുക്ക്. ഇങ്ങനെ മാറ്റി വെച്ച് ഇന്ന് വേണ്ട, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ലോട്ടറി വിളിക്കും പോലെ അങ്ങനെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ പക്ഷെ ഇതിനൊക്കെ പറയുന്ന ഒരു കോമൺ കാര്യമുണ്ട് നമ്മളെല്ലാവരും. സമയമായിട്ടില്ല, സമയമാവട്ടെ പറയും. എന്തൊരു മണ്ടത്തരാണോ അത്? സമയമാവട്ടെ പറയുന്നത്. ഇനി എങ്ങോട്ടോ സമയമാവാനുള്ള സത്യത്തിൽ നമ്മുടെ ആക്ഷൻസ് നമ്മൾ എടുക്കാത്തത് ഈ മടി തന്നെയാണ്. മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ഡ്രീംസ് വല്ലതും സക്സസ്ഫുൾ ആവുമോ? ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ മടി മാറ്റി നമ്മുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് ആ ദിവസം തുടങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കുറച്ചും കൂടെ നമ്മളടുത്ത് തന്നെ നമുക്കൊരു മതിപ്പ് തോന്നും. വാവ്, നീ അത് കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇനി നിൻ്റെ ടാസ്കുകളൊക്കെ ജുജുബിയാണ്, വളരെ ഈസി ആയിട്ട് നിനക്ക് കംപ്ലീറ്റ് ചെയ്യും, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണെന്ന്. നേരെ മറിച്ച് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ മറ്റേതായിരിക്കും. ഇനി എന്തോ വലുത് ചെയ്ത് തീർക്കാനുണ്ട്, എന്തൊരു ബുദ്ധിമുട്ടാണത്, മതി ഇനി അത് ചെയ്തത്, എന്തൊരു കഷ്ടമാണ് തോന്നും. അങ്ങനെയൊക്കെ തോന്നാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിൽ ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു മതിപ്പ് തോന്നുവാകും, നീ അത് കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇനി നിൻ്റെ ബാക്കി പരിപാടികളൊക്കെ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് വരും. നേരെ മറിച്ച് നമ്മളിതൊന്നും ചെയ്യാണ്ടാവുമ്പോൾ അയ്യോ ഇനി എന്തൊക്കെയോ വലുത് ചെയ്ത് തീർക്കാനുണ്ട്, ടെൻഷൻ, ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ, പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, ഇന്നിപ്പോൾ ഇനി ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളത് മാറ്റി വയ്ക്കും. അതിനേക്കാൾ എത്രയോ എളുപ്പമുള്ള പരിപാടിയാണ്. രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നു, വാവ്, ഹാപ്പി മൂമെൻറ്റ് അല്ലേ? അപ്പം അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഏറ്റവും കംപ്ലീറ്റ് ചെയ്യാൻ ടൈം എടുക്കുന്ന ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്യാവശ്യമാണ്, അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു. എപ്പോഴും നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നതിൻ്റെ റിസൾട്ടാണ് നോക്കേണ്ടത്. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി എന്ത് വരും, അതിൻ്റെ റിസൾട്ട് ഇനി ഇങ്ങനെ വന്നു, ഇനി അതിൻ്റെ പേരിൽ എന്ത് വരും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചോ, ശരി, ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്നാൽ അങ്ങോട്ട് ചെയ്തേക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്തല്ലോ. ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. അല്ലാണ്ട് എവിടെയോ കിടക്കണം, എങ്ങോ വരുന്ന, അത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങോ വരുന്ന റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ആക്ഷൻ എടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും, കംപ്ലീറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു മനസ്സമാധാനം കിട്ടും. ആ റിസൾട്ടിന് വേണ്ടിയിട്ട് വേണം എന്ത് കാര്യം ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, രാവിലെ എണീറ്റ് ഉടനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്നുള്ളത് അല്ലേ? പക്ഷെ എല്ലാ ദിവസവും നമ്മുടെ മൂഡ് ചിലപ്പോൾ അങ്ങനെ ആയിക്കോളണമെന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അത്രയും വലിയൊരു കാര്യം ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പല റീസൺസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ തീരുമാനത്തിൽ ചെറിയൊരു ഇളവ് അങ്ങനത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുത്താം. ഏറ്റവും ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് തുടങ്ങാം. ചിലർക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്തോ ഒരു ബാലികേറാമല പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഫീൽ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഡേ ബൈ ഡേ നമുക്ക് കുറച്ചും കൂടെ അത് ടഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യ ദിവസങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള, കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചടചടയെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് ഒന്ന് ചെയ്തു പിന്നെ ഒന്ന് ഉച്ചയാവട്ടെ എന്ന് കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക.